വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അനുമതി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഭരണപരമായ കാര്യങ്ങളാണ്. അതിൻ്റെ സാങ്കേതികവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് മാത്രമേ അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ സാധിക്കും. ഞങ്ങൾക്ക് അതിൻ്റെ മറുപടി വള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള നമ്മുടെ നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ നിലപാടുകളോട് സമീപനങ്ങളോട് CPIM-ന് എല്ലാ കാലത്തും യോജിപ്പാണ്. ആ യോജിപ്പ് ഇപ്പോഴും തുടരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും CPIM ഏറ്റെടുക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടി ചോദിച്ചത്, ഈ CPIയുടെ വിമർശനങ്ങൾ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ PMC അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായ വീഴ്ച തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് CPIM അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അത് അവരെന്നെ പറഞ്ഞില്ല. അതല്ല, അവരെ നിങ്ങൾ വാർത്തയായിട്ട് കൊണ്ടുവരുന്നതാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് LDF അടുത്ത പ്രധാനത്തിന് മുന്നേ രീതിയിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത ആഴ്ചയോടുകൂടി ആ റിവ്യൂ നടത്തുമ്പോൾ എന്താ ഇടതുപക്ഷത്തിനകത്ത് മുന്നോട്ട് ധാരണ എന്നുള്ളത് പറയും. ഓരോരോ പാർട്ടി എടുത്ത നിലപാടിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും പറയാനുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പറയും. ഏത് അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ ഉത്തരവ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ